ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വെനസ്ഡേ ആട്ടോ. അതെ, ബുധനാഴ്ചയാണ്. പുറത്തൊന്നും പോകാത്ത കാരണം എനിക്ക് ഈ ആഴ്ചകളും ദിവസങ്ങളും മാസങ്ങളൊന്നും വല്ലാണ്ട് തിരിച്ചറിയില്ല. അപ്പോൾ ഇന്ന് എന്നെ കാണാൻ അതുല്യം പ്രിൻഷിയും വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതുല്യയുടെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റേതായ ചില കാര്യങ്ങൾ ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത കാരണം അവരിങ്ങോട്ട് വരുന്നു. അപ്പോൾ ഞാനത് എന്നാൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കേണ്ടിട്ടുണ്ട്. സവാളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അമ്മ ഓൾറെഡി ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നീറ്റ് വന്നപ്പോഴേക്കും നേരം വൈകുന്ന പറഞ്ഞാൽ എനിക്ക് രാത്രി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നൈറ്റിൽ നീക്കാൻ ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് അമ്മ ഉണ്ടാക്കിയെങ്കിൽ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാം, അവരൊക്കെ വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ബിരിയാണി ഞാൻ പുതിയാണോ. അപ്പോൾ അതാട്ടെ എൻ്റെ കോലം ഇങ്ങനെ ഞാൻ മേല് കഴുകിയിട്ടുണ്ടെങ്കിലും മുഖത്തും കഴുത്തിലൊന്നും ഇട്ടില്ല. എനിക്ക് മാലയൊന്നും ഇടാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട് കാരണം. അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഇതേ ബിരിയാണിയുടെ റൈസ് വേവിക്കാനുള്ള ദം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അത് വെള്ളം വെന്തുകൊണ്ട് തിളയ്ക്കുന്നു. അമ്മ ഇങ്ങനെ എനിക്ക് അടുപ്പൊക്കെ കത്തിച്ചെന്ന് പോയതാണ്. ഇങ്ങനെ ഞാൻ അരി ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് കൈമാ റൈസ് അല്ല, വേറെ ഏതോ റൈസാണ്. അപ്പോൾ ഇത് പിന്നെ നമ്മുടെ സ്വന്തം മിൽമയുടെ നെയ്യ് അതുണ്ട്. പിന്നെ ഈസ്റ്റേൺ ബിരിയാണി മസാല ഞാൻ അത് ഇടേണ്ടതെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും ഞാൻ ഈ മസാല പാക്കറ്റാവും എന്തായാലും യൂസ് ചെയ്യുന്നുണ്ടാവും. ഇത് മേ ബി ഒരു മസാല ടച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് മാത്രം. പിന്നെ ഇതേ ഞാൻ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. പിന്നെ ആരെന്നോട് ചോദിച്ചിട്ടോ, ഇത് കട്ടിംഗ് ബോർഡ് ഞാൻ പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്യണത്. അതെ, എന്തായാലും ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കുറേ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്, യൂസ് ചെയ്യാൻ പാടില്ല, മൈക്രോ പ്ലാസ്റ്റിക് അകത്തേക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് എന്തായാലും ഇത് ഉപേക്ഷിക്കണം. വിത്തിൻ ഡേയ്സ് ഞാൻ ഉപേക്ഷിക്കാനും ഓർഡർ ചെയ്തിട്ടുണ്ട് വേറെ ആയിരുന്നു. പിന്നെ ഇതിൽ കാണുന്നത് ചളി പിടിച്ചൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന കാരണം ഈ പച്ചക്കറികളൊക്കെ കറയുള്ള പച്ചക്കറികളൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ കറ വേണമാണ്. തേച്ച് കഴുകിയാലും പോകാറില്ല. ഞാൻ എന്നും സ്ക്രബ് യൂസ് ചെയ്ത് കഴുകാറുള്ളതാണ്. പിന്നെ ഞാൻ ഉള്ളി അരിഞ്ഞതിൻ്റെ പാഡ് അവിടെ ഇരിക്കുന്നതാണ്. പിന്നെ ഇതേ പപ്പായ ഉണ്ട് കേട്ടോ. പപ്പായ ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് വേണ്ട വെച്ചിട്ട് ഞാൻ അവിടെ എടുത്ത് വെച്ചതാണ്. നല്ല പഴുത്ത വീട്ടിലുണ്ടായ നല്ല പപ്പായ കേട്ടോ, നല്ല ഓർഗാനിക് പപ്പായാണ്. അത് ഒന്നും കൂടി പഴുത്തോട്ടേന്ന് കരുതിയിട്ട് വെച്ചതാണ്. പക്ഷെ ഇനി പഴുക്കേണ്ട ആവശ്യമില്ല, കണ്ടോ ഇങ്ങനത്. അപ്പോൾ ഇനി പഴുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഞാൻ കഴിക്കണില്ല. പിന്നെ അത് പുട്ടാട്ടൊന്ന് രാവിലത്തെ കടി. പിന്നെ അതിലേക്ക് ചെറുപയറിൻ്റെ കറിയുണ്ട്. ഞങ്ങൾ വിശാഖ കഴിച്ചെണീറ്റ് പോയതിൻ്റെ കുറേ നടക്കാണ്. പുട്ട് നമ്മൾ പൊടിപ്പിക്കണ പുട്ടാട്ടോ. പിന്നെ ഉണ്ണിമാൻ്റെ ബാഗാണ് ആ സൈഡിലിരിക്കണം. അപ്പോൾ വിശാഖ ഇതേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയി. പിന്നെ ഞാൻ കുളിക്കാത്ത പോലെ തോന്നുന്നുണ്ടോ? ഞാൻ തല നനച്ചിട്ടില്ല. എന്താ വെച്ചാൽ എൻ്റെ തലയിൽ നോക്കി, എൻ്റെ തലയിൽ കുത്തുന്നത് ചോപ്പ് സ്റ്റിക്ക് കാണാനില്ല. ചോപ്പ് സ്റ്റിക്ക് കാണാൻ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വെച്ച് മറന്നാണെന്ന് നിൽക്കാറില്ല, എന്തായാലും കാണാനില്ല. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന മേക്കപ്പ് ബ്രഷ് ഉണ്ടല്ലോ, നമ്മുടെ ഐ ഷാഡോ ഏതോ യൂസ് ചെയ്യുന്ന ബ്രഷാണ്. എന്തായാലും ഇത് വെയ്ക്കുക, എല്ലാവരും തലയിൽ കുത്തിയതാണ്. അതാണ് സൈഡിൽ അങ്ങനെ കാണുന്നത്. ഈ ഭക്ഷണം കഴിക്കണം. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അമ്മ കുളിക്കുകയാണ്, അമ്മയ്ക്ക് പോകാൻ സമയമാവുന്നുണ്ട്. അപ്പോൾ അമ്മ കുളിക്കണം. അപ്പോൾ അമ്മ കുളി കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ അരി ഞാൻ ഈ എടുത്ത് വെച്ചുള്ള അരിയില്ലേ, ഈ അരി എനിക്ക് അടുപ്പത്തേക്ക് ഇടാനുള്ള സമയം കാരണം വെള്ളം കാച്ചു. ഞാൻ അരി അടുപ്പത്തേക്ക് ഇടട്ടെ കേട്ടോ. ഇതേ അരി ഞാനിട്ടു. ഞാൻ അരി ഇട്ടതിൻ്റെ കോലാണ് ഈ സൈഡിലൊക്കെ നിങ്ങൾ കാണുന്നത്. കുഴപ്പമില്ല. പക്ഷേ ഈ അടുപ്പത്തുള്ള അരി പരിപാടികൾ ഞാൻ ചെയ്യാറില്ല. ബാക്കി എന്ത് ഞാൻ ചെയ്താലും ചോറ് പരിപാടി ഞാൻ ചെയ്യാറില്ല, എടുത്ത് പൊക്കാറില്ല. പിന്നെ സൈഡിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും അരി കുറച്ചുകൂടെ കിടക്കട്ടെ. എന്തായാലും വേവണമല്ലോ, കുറച്ച് സമയം എടുക്കും. കാരണം തീ വല്ലാതൊന്നും കത്തുന്നില്ല, കുഞ്ഞതായിട്ടേ കത്തുന്നുള്ളൂ. അപ്പം എന്തായാലും ഇതോടെ കിടക്കട്ടെ, നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്തായാലും അമ്മ കുളിച്ച് വന്നിട്ട് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഞാൻ ബിരിയാണി ഇല്ല, നമ്മൾ ആ മസാല ദമ്മിടാന്നല്ല വിചാരിച്ചത്. അപ്പം ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇത് പേസ്റ്റ് അടിച്ചിട്ടാണ്. അപ്പം ഞാൻ ബിരിയാണിയൊക്കെ സെറ്റാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സെറ്റാക്കി വെക്കുകയെന്ന് പറഞ്ഞാൽ ഉള്ളിയും തക്കാളിയും അരിഞ്ഞു, അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് ഇത് മുഴുവൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തു. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഇതെല്ലാം മിക്സ് ഇട്ട് നന്നായിട്ട് ചിക്കൻ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ദം ബിരിയാണിയാണ്. എനിക്ക് ഉള്ളി വഴറ്റി കുറേ നേരം നിൽക്കാനുള്ളൊരു ക്ഷമയില്ല. എൻ്റെ മുഖം കണ്ടാൽ നിൽക്ക് മനസ്സിലാവും ഞാൻ നല്ല ടയേർഡാണ്. പറയുമ്പോൾ രാവിലെ മേല് കഴുകിയതാണ്. കുളിക്കാൻ എനിക്ക് രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ നീരിറങ്ങും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുളിക്കാത്തത്. അപ്പോൾ വയ്യ. അപ്പോൾ അതുകൊണ്ട് അധികം വഴറ്റുള്ള പണിയൊന്നുമില്ല. ഒരു തട്ടിക്കൂട്ട് ബിരിയാണി വയ്ക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. ചോറ് പിന്നെ അമ്മ പോകുന്നേക്കാൾ മുന്നേ വാർത്ത് വെച്ചിട്ടാണ് പോയത്. ചോറ് വാർക്കുക, അതുപോലെ
അടുപ്പിൽ തീ പിടിപ്പിക്കുന്നതും ചോറ് അടുപ്പത്ത് വയ്ക്കുന്നതും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം അപ്പോൾ അതുകൊണ്ട് അത്തരം പണികൾക്ക് ഞാൻ മുതിരാറില്ല. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഞാനും വൈശാഖും മാത്രമേ അത് ലാസ്റ്റ് കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ കഴിക്കലും കഴിഞ്ഞ് വൈശാഖ് പോയി. ഞാൻ മരുന്ന് കഴിക്കാനുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം കേട്ടോ ചായ കുടിക്കുന്നത്. എനിക്ക് തീരെ ഇഷ്ടമല്ല രാവിലെ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്. എനിക്ക് തീരെ താല്പര്യമില്ല. കുറേ നേരം ഇരുന്നിട്ടാണ് ഞാൻ ഒരു കഷ്ണം പൊട്ടിതായി ഇങ്ങനെയാക്കി എടുത്തത്. അതിലിതേ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. കണ്ടോ, എനിക്ക് വയ്യ ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഞാൻ അതുലേക്കും പ്രിൻഷയ്ക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇറങ്ങിയിട്ടില്ല. 10 മണിക്ക് ഇറങ്ങും എന്ന് പറഞ്ഞ ആളുകൾ 11 മണിയായിട്ടും ബാത്റൂമിലാണ്. വെയിറ്റ് ചെയ്യാം. നമ്മൾ അവർ വരുമ്പോഴത്തേക്ക് എന്നാൽ പിന്നെ എൻ്റെ പണികളൊക്കെ തീരുമല്ലോ. ഫുഡാക്കി വെച്ചാൽ പിന്നെ എനിക്ക് പോയി കിടന്നാൽ മതി. ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴുകി വെക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ പുട്ടൊക്കെ കഴിച്ചു. പുട്ട് കഴിച്ച് തീർക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. പിന്നെ വെള്ളം നല്ല ഡീഹൈഡ്രേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വെള്ളം കാര്യമായിട്ട് കുടിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ബിരിയാണിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചയാകുമ്പോഴത്തേക്കും, ഉച്ചയല്ല 10 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ ആളുകൾ ഏകദേശം അവിടെ നിന്ന് തന്നെ ഇറങ്ങിയത് 11:30 ആണ്. അങ്ങനെ അവർ ഊണ് കഴിക്കാൻ നേരത്താണ് എത്തിയിട്ടുണ്ടായിരുന്നു. 1 മണിയായിട്ടുണ്ടായിരുന്നു അവരെത്തിയത്. അപ്പോൾ അവരെനിക്ക് കൊണ്ടുവന്നായിരുന്നു ഡ്രീം കേക്ക്. ഞാനാണെങ്കിൽ നെക്സ്റ്റ് ഡ്രീം കേക്ക് ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവരെനിക്ക് ഡ്രീം കേക്കൊക്കെ കൊണ്ടുവന്നു തന്നു. ഞങ്ങൾ 3 കൂടി കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടാണ് ഡ്രീം കേക്കൊക്കെ കഴിച്ചത്. ഡ്രീം കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല സ്വീറ്റ് ക്രേവിങ്സ് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ അതുലിയുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളും പിന്നെ നമ്മൾ കണ്ടിട്ട് കുറേ ആയല്ലോ. നമ്മൾ മിക്കവാറും ഡെയിലി ബേസിസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ആളുകളാണെങ്കിൽ കൂടി കണ്ടിട്ട് കുറച്ച് ദിവസമായി എന്നുള്ളതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനായിരുന്നു. പിന്നെ ഡ്രീം കേക്കിൻ്റെ കാര്യം പറയാമല്ലോ, അടിപൊളിയായിരുന്നു. വയലിട്ട് അലിഞ്ഞു പോകുന്ന ഡ്രീം കേക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ദേ മേലേക്ക് കയറി. അവൾക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ റൂം ആകെ മിസ് ചെയ്തിട്ട് കിടക്കട്ടെ. കാരണം വന്ന സമയത്ത് അത് തപ്പി ഇത് തപ്പി അങ്ങനെ ഞങ്ങൾ ഭയങ്കര എന്താ പറയുക, വേറെ ലോകത്തായിരുന്നു. അതിൻ്റേതായ എല്ലാ കുറവുകളും വീഡിയോയിൽ കാണും. അങ്ങനെ അവൾക്ക് കുറച്ച് ജ്വല്ലറി ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു. മിക്കവാറും എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും കല്യാണങ്ങൾക്ക് ഞാനായിരിക്കും ഇതുപോലത്തെ ഓർണമെൻറ്റ്സിൻ്റെ കാര്യത്തിലും ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ മെയിനായിട്ട് അഭിപ്രായം പറയുന്ന ആൾ. കണ്ടോ, ഡ്രസ്സും സാരിയും ഒക്കെ വലിച്ച് വാരിയിട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ സമയം ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അതൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല. കാരണം അങ്ങനെ കുറേ നമ്മുടെ നല്ല മൊമെൻറ്റ്സ് നമ്മൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ഡേ ഫൈനൽ ലുക്ക് ഇങ്ങനെയൊക്കെ സെറ്റാക്കി കൊടുത്തു, ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇതേ ഇവർ പോകാൻ വേണ്ടി റെഡി ആവുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. നമ്മൾ സെറ്റാക്കി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചു. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവളുടെ ഫിയാൻസിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ മേലൊക്കെ ആകെ വൃത്തിയാക്കി. അവരെന്നെ വൃത്തിയാക്കി തന്നു. കാരണം എനിക്ക് മടക്കി വെക്കാൻ പൊടിയൊന്നും പറ്റാത്ത കാരണം. അങ്ങനെ വൈകുന്നേരം 6 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവർ പോകാൻ നേരത്ത്. അങ്ങനെ അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നല്ല അടിപൊളി ഒരു ഡേ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ